ഇൻഡോർ ഗാർഡനിൽ നല്ല ട്രോപ്പിക്കൽ വൈബ് തരാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് ഫിലഡെൻഡ്രോൺസ്. ഫിലഡെൻഡ്രോൺസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് വലിയ ഫിലഡെൻഡ്രോൺസിനെയാണ്. ഇതിൻ്റെ കെയർ, അതേപോലെ ഈ പ്ലാന്റ് കുറച്ച് ടോക്സിക് ആയിട്ടുള്ളതുകൊണ്ട് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ പ്ലാന്റ്സ് ആയിട്ട് കാണാം. ആദ്യത്തെ പ്ലാന്റാണ് ഈ ഫിലഡെൻഡ്രോൺ ജിഗാൻഡിയം. ഇത് നോക്കൂ, നല്ല വലിയ ലീവ്സാണ്. ഇത് ആക്ച്വലി ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. എന്നാലും നമുക്കിതിനെ ചട്ടിയിൽ ഒതുക്കി വളർത്തി ഇങ്ങനെ ബുഷിയാക്കിയിട്ട് നിർത്താം. ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേകത ഉണ്ട്. ടെൻഡർ ലീവ്സൊക്കെ കണ്ടോ, നല്ല ലെമൺ കളറാണ്. അത് ലീഫ് ഇങ്ങനെ വലുതായി ചെടി പ്രായമാവും തോറും അതിൻ്റെ പച്ചനിറം കൂടി വരും. അപ്പോൾ ഇതിൻ്റെ കെയർ വളരെ ഈസിയാണ്. ഇത് പെട്ടെന്ന് വലുതാവുന്ന പ്ലാന്റാണ്. പക്ഷേ ആ വളർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതിന് നല്ല ബ്രൈറ്റായിട്ടുള്ള സ്പോട്ടിൽ തന്നെ വെക്കണം. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടണം. ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും അടിക്കാൻ പാടില്ല, കാരണം അത് ലീഫിനെയൊക്കെ സ്ക്രോച്ച് ചെയ്ത് പെട്ടെന്ന് ബേൺ ആയി പോകും. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫാസ്റ്റായിട്ട് വളരും. രണ്ടാമത്തെ പ്ലാന്റാണ് ഈ ഫിലഡെൻഡ്രോൺ കോൺഗോ റോജോ. ഇത് നോക്കൂ, ഇത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറും ഉണ്ട്, ഇതൊരു ബർഗണ്ടി കളറും ഉണ്ട്, ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന പ്ലാന്റും ഉണ്ട്. ഗ്രീനും ബ്രൗണും അതത്ര പെട്ടെന്ന് ക്ലൈംബ് ചെയ്ത് പോവില്ല. ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കും. നല്ല വലിയ ലീവ്സും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഒരു കോർണറിൽ നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഫില്ലാവും. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബ്രൈറ്റ് സ്പോട്ട് ചൂസ് ചെയ്യാനുള്ളതാണ്. ഈ ഫിലഡെൻഡ്രോൺസിനൊന്നും നമ്മൾ ഫ്രീക്വൻ്റായി ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് വലുതാവണ പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇതിനെ കൊല്ലത്തിലൊരിക്കലെങ്കിലും റീപോർട്ട് ചെയ്യണം. അപ്പോൾ റീപോർട്ട് ചെയ്യുമ്പോൾ പുതിയ മണ്ണൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ പുതിയ മണ്ണിൽ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല പോട്ടിങ്സിലല്ലേ നമ്മൾ നടുക. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. 3-4 മാസത്തിലൊരിക്കൽ ഫെർട്ടിലൈസ് ചെയ്താൽ മതി. മൂന്നാമത്തെ പ്ലാന്റാണ് ഇത്. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്, ഈ ഫിലഡെൻഡ്രോൺ സനഡു. അതും നല്ല വലിയൊരു പ്ലാന്റാണ്. ഇതിന് കുറച്ച് കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്. കാരണം ഇതിൻ്റെ ലീവ്സൊക്കെ ഈ കട്ട് ഫ്ലവറിൻ്റെ കൂടെ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് ലീവ്സ് ഉപയോഗിക്കണമെങ്കിൽ ഇത് പോവും. ഇത് നല്ല ഭംഗിയാണ്. നല്ല നീണ്ട ഈ ഒരു സ്റ്റോക്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ അറ്റത്ത് ഇങ്ങനെ മാർജിനൊക്കെ ഇങ്ങനെ ഡീപ്പായി ഫോൾഡ് ആയതായതുകൊണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ആ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനുമൊക്കെ ഇത് പോവുകൊണ്ട് ഇതിന് കുറച്ച് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റാണ്. അങ്ങനത്തെ അറേഞ്ച്മെൻറ്റിനും ഫ്ലവർ അറേഞ്ച്മെൻറ്റിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രൈറ്റായിട്ടുള്ള സ്പോട്ടിൽ വെക്കണം എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ പ്ലാന്റ്. ഇത് ഫിലഡെൻഡ്രോൺ മൂൺലൈറ്റ് എന്ന് പറയും. ഇതിൻ്റെ ചട്ടിക്കൊരു പ്രത്യേകത ഉണ്ട്. മുകൾ ഭാഗം സ്ക്വയർ ആണെങ്കിലും താഴേക്ക് കുറച്ച് നീളത്തിൽ വരുന്ന റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അങ്ങനത്തെ ഷേപ്പുള്ള ഹൈറ്റുള്ള പോട്ടിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് മറ്റ് 3 അപേക്ഷിച്ച് കുറച്ച് സ്ലോ ആയിട്ടാണ് വളരുക. എന്നാലും ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെയും തളിരിലകൾക്ക് നല്ല ലെമൺ കളറാണ്. നല്ല ഭംഗിയാണിത് കാണാൻ. ഈ ഫിലഡെൻഡ്രോണൊക്കെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് മോയ്സ്ചർ ഇഷ്ടമുള്ള പ്ലാന്റ്സാണ്. നമ്മൾ ഇൻഡോറായിട്ട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആഴ്ചയിലൊരിക്കൽ ഡീപ്പായിട്ട് നനച്ചാൽ മതിയാവും. ഫ്രീക്വൻ്റായിട്ട് നനച്ച് അതിന് മണ്ണിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ റൂട്ട്സ് എല്ലാം ഡീക്കേ ആയിട്ട് പോയിട്ട് ചെടി നാശമാവും. അപ്പോൾ ഇൻഡോറായിട്ട് വയ്ക്കുമ്പോൾ ആഴ്ചയിലൊരിക്കൽ മതിയായിരിക്കും. എൻ്റെയൊക്കെ ഈ സ്ഥലത്ത് ഞാൻ ആഴ്ചയിലൊരിക്കലാണ് നനച്ചു കൊടുക്കാറുള്ളത്. ആ ഫ്രീക്വൻസി നിങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആഴ്ചയിലൊരിക്കൽ വേണ്ടി വരില്ല, 10 ദിവസത്തിലൊരിക്കൽ മതിയാവും. അത് മണ്ണ് തൊട്ട് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യണം. ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ വേണം എന്നുള്ളതാണ്. ഈ ഫിലഡെൻഡ്രോൺ കുറച്ച് ടോക്സിക്കാണ്. അതേപോലെ മിക്കവാറും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ടോക്സിക്കാണ്. അതിന് കാരണം അതിലുള്ള കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. ഈ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ വായിലിടുക, കുട്ടികളത് ഇതിൻ്റെ ലീഫൊക്കെ എടുത്ത് കടിക്കാനൊക്കെ ഇട വന്നിട്ടുണ്ടെങ്കിൽ ചുണ്ടൊക്കെ തടിച്ച് വീങ്ങും, വായിൽ നിന്ന് പതവ പോലെ വരും. കാരണം ഈ കാൽഷ്യം ഓക്സലേറ്റിൻ്റെ ഇറിറ്റേഷൻ, അത് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഇറിറ്റേഷനാണ്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് റാഷസ് വരാം. അപ്പോൾ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചെറിയ വെറുതെ തൊട്ടാലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നിങ്ങൾ അതിനെ പ്രൂൺ ട്രിം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സേഫായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാം. കുട്ടികളുണ്ടെങ്കിൽ അവരതിനെ കടിക്കാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റ്സിനെ വളർത്തുമ്പോൾ. ഇനി നമുക്കിതിൻ്റെ കെയർ ഒന്ന് സമപ്പ് ചെയ്യാം.
ഈ പ്ലാന്റ്സിനെല്ലാം കെയർ ഏതാണ്ട് ഒരുപോലെയാണ്. ആദ്യത്തേത് ഇതിന് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടണം. എത്ര ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടണോ അത്രയും ഫാസ്റ്റായിട്ടിത് വളരും. ലൈറ്റ് കുറഞ്ഞാലും ഇത് അഡാപ്റ്റ് ചെയ്യും, പക്ഷേ ഗ്രോത്ത് കുറവായിരിക്കും. രണ്ടാമത്തേത് ഫെർട്ടിലൈസിങ് ആണ്. ഇതിനെ ഫ്രീക്വൻ്റായി ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ റെഗുലറായി റീപോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, വർഷത്തിലൊരിക്കൽ റീപോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 4 മാസത്തിലൊരിക്കൽ നമുക്ക് സ്ലോ റിലീസായിട്ടുള്ള ഏതെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലാണ്ട് 15 ദിവസത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒന്നും വേണ്ട. പിന്നെ വേണ്ടത് ഇതിൻ്റെ വാട്ടറിങ് ആണ്. ഇത് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ആ ഏരിയയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി മാറും. എന്തായാലും ടോപ്പ് സോയിൽ ഡ്രൈ ആയാൽ ഡീപ്പായിട്ട് നനച്ചു കൊടുക്കുക. ഞാനിതിന് ആഴ്ചയിലൊരിക്കലാണ് നനയ്ക്കാറ്. പിന്നെ ഉള്ളത് കുട്ടികൾക്ക് കയ്യെത്താത്ത സ്ഥലത്ത് ഇതിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന ചെടികൾ പലതും പെട്ടെന്ന് ഭംഗി പോവും. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് വേണ്ടത്ര സൺലൈറ്റ് കിട്ടുന്നില്ല. അതായത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സ്പോട്ടിൽ വേണം നമ്മൾ ഇൻഡോറായി പ്ലേസ് ചെയ്യുന്ന ചെടികളും വെക്കാൻ. സൺലൈറ്റാണ് പ്ലാന്റ്സിന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലാതെ ന്യൂട്രിയൻസ് അല്ല. അപ്പോൾ നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടിൽ വെച്ചാലാണ് ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഭംഗിയാവുള്ളൂ. എന്നാലേ അവർക്ക് ഈ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി സൺലൈറ്റിൽ നിന്നാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ആ എനർജി കിട്ടിയാലേ ചെടികൾ ഭംഗിയായുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പോട്ട് നോക്കിയിട്ട് തന്നെ ചെടികൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.